നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, എങ്ങനെ CPR കൊടുക്കാം, ആർക്കൊക്കെ CPR കൊടുക്കണം, എങ്ങനെ CPR കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ കൈകൊണ്ടുള്ള CPR എങ്ങനെ, അത് ആർക്കൊക്കെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈകൊണ്ടുള്ള CPR എപ്പോഴാണ് കൊടുക്കുക, ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വന്ന ഒരാളായിട്ട് നമ്മൾ മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ, ശ്വാസം കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വായിൽ എന്തെങ്കിലും ഛർദ്ദലിൻ്റെ അവശിഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നൊര, പത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ സാഹചര്യങ്ങളിൽ നമുക്ക് ഈ കൈകൊണ്ടുള്ള CPR ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ, അപ്പോൾ വേറൊരു ജെൻഡറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ശ്വാസം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ. ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് CPR കൊടുക്കാതെ ഇരിക്കരുത്. അതിന് നമുക്ക് കൈകൊണ്ടുള്ള CPR കൊടുക്കാം. ആ കൈകൊണ്ടുള്ള CPR എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൈകൊണ്ടുള്ള CPR എന്ന് പറഞ്ഞാൽ നമ്മൾ മൗത്ത് ടു മൗത്തും കൈകൊണ്ടുള്ള CPRും കൂടെ 1 മിനിറ്റിൽ 30 CPR കംപ്രഷൻസും അതുപോലെ 2 മൗത്ത് ടു മൗത്ത് കൊടുക്കണം എന്നാണ് നോർമലി നമ്മൾ CPR കൊടുക്കുമ്പോൾ ചെയ്യൽ. അപ്പോൾ ഇനി മൗത്ത് ടു മൗത്ത് കൊടുക്കാതെ കൈകൊണ്ടുള്ള CPR ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റിൽ നമ്മൾ 100 തൊട്ട് 120 വരെയുള്ള കംപ്രഷൻസ് കൊടുക്കണം. 1 മിനിറ്റിൽ അപ്പോൾ നമ്മൾ മിനിമം 120 കംപ്രഷനെങ്കിലും കൈകൊണ്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബ്ലഡിൽ ഓക്സിജൻ, നമ്മൾ മൗത്ത് ടു മൗത്ത് കൊടുക്കുന്ന സമയത്ത് ഓക്സിജൻ ഉള്ളത് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ബ്ലഡിലും ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡിൽ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡിലെ ഓക്സിജൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുകയും അവർക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ കംപ്രഷൻ എങ്ങനെ കൊടുക്കണം, കൈ എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൈകൊണ്ടുള്ള CPR ഇങ്ങനെ ഒരു 100 to 120 കൊടുത്താൽ മതിയാവും. CPR വളരെ ധൈര്യത്തോടു കൂടെ തന്നെ ചെയ്യാം. ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ നമുക്ക് ഈ കൈകൊണ്ടുള്ള CPR വെച്ചിട്ടും നമുക്ക് തടയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ബ്ലഡിലുള്ള നമ്മുടെ ഓക്സിജൻ ബ്രെയിനിലോട്ട് എത്തുകയും അവർക്ക് പെട്ടെന്ന് തന്നെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യും.